സ്വന്തം സിനിമ പോപ്കോൺ കഴിച്ച് കാണുക എന്നാണ് ഒരു ഞാൻ സിനിമ കണ്ടിരുന്നില്ല. സോ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ കുറച്ചായി അത് ഷൂട്ട് ചെയ്തിട്ട് എന്താണ് എങ്ങനെയാണ്, അതുകൊണ്ട് എല്ലാം ഒരു സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്. പിന്നെ പൊതുവെ ആ സിനിമയുടെ ഒരു രീതിയും അങ്ങനെയാണ്, ഒരു ലീനിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ശരിക്കും പ്രതീക്ഷിക്കില്ല. പിന്നെ എനിക്ക് എന്നെ ഇഷ്ടമായി, അതാണല്ലോ മെയിൻ. എനിക്കിഷ്ടമായി, വെരി നൈസ്. കാണുമ്പോൾ ഒരു എന്താണ് എൻ്റെ തന്നെ സിനിമ കണ്ട് പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, കാണാം. വലിയ കുഴപ്പമൊന്നുമില്ല. ആരും, എനിക്ക് ആകെ പേടിയുണ്ടായിരുന്നു. വല്ലവരും വന്ന് ചേച്ചിക്ക് വല്ല കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ ഡാൻസ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു ഓഡിയൻസ് വളരെ ഹാപ്പിയാണ്. മേതിൽ ദേവിക നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. പുള്ളിക്കാരത്തെ ഡാൻസറാണല്ലോ, അപ്പോൾ പിന്നെ അവരുടെ പെർഫോമൻസ് അപ്പം മോശമാവാൻ വഴിയില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിന് മുന്നേ വരേണ്ടതായിരുന്നു തോന്നുന്നു. നന്നായിട്ടുണ്ട്. പറയേണ്ടത് നല്ല മൂവിയാട്ടോ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നന്നായിട്ട്. അതെ, നന്നായിട്ടുണ്ട്. കൊള്ളാം. അഭിനയം എല്ലാവരുടെയും നന്നായിട്ടുണ്ട്. എന്താ ഇടയ്ക്ക് മിസ്സിങ് തോന്നിയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ വൺ ടൈം. എല്ലാവരും നല്ല അഭിനയമാണ്. അതൊരു ആന്തോളജി ടൈപ്പ് പോകുന്ന ഒരു ബന്ധുവില്ലാതെ 4 കഥ പറഞ്ഞ് പോകുന്നതാണ്. പിന്നെ അവസാനം അത് ഇങ്ങനെ വരുന്നതാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാവരും നല്ല അഭിനയമായിരുന്നു. കൊള്ളാം, നല്ല സിനിമ. ബ്രോ എന്താണ് എടുത്ത് പറയാനായിട്ട്? ലവ് സ്റ്റോറി കൊള്ളാം ബ്രോ. ലവ് സ്റ്റോറി നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. 4 ഡിഫറെൻറ്റ് ടൈംസ് ഒരു ലവ് സ്റ്റോറിയാണ്, അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റ് പോലെയുണ്ട്. സിനിമ കൊള്ളാം, നല്ല സിനിമ. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. പൊതുവേ നല്ല പടമായിരുന്നു, പ്രത്യേകിച്ച് അല്ലാതെ പറയുന്നില്ല. ചേട്ടാ എന്താണ് ജാണർ, എന്താണ് വരുന്നത്? ഒരു കോമഡി ടൈപ്പാണോ, പറഞ്ഞാൽ ഫീൽ ഗുഡ് ആണോ? കോമഡി അല്ല, ലവിൻ്റെ ടൈപ്പാണ്. കണ്ടിരിക്കുക. ചേട്ടാ സിനിമയെ പറ്റി വല്ലതും പറയണ്ടോ? പോണ്ടേ, സിനിമ കണ്ടു, കുഴപ്പമില്ല, നല്ല വിഷ്വൽസാണ്. വേറെ പ്രത്യേകിച്ച് മ്യൂസിക് കൊള്ളാം. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അതെന്താ ഫസ്റ്റ് പടം ആയതുകൊണ്ട് അല്ല, ഫസ്റ്റിലായാലും ആ വോയിസ് അതിന് കൊടുക്കണം. ഡബിങ് ഒന്നുമല്ല, വോയിസ്, അഭിനയം എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. നല്ല പടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എല്ലാ പ്രായക്കാർക്കും കാണാം. 3-4 സ്റ്റോറി ആയിരുന്നു, കൊള്ളാം. ഫൈനലിൽ വരുമ്പോൾ നന്നായിട്ട് കാണാനായിട്ട് സുഖമായിട്ടിരുന്നു. നന്നായി, എല്ലാ കഥാപാത്രങ്ങളും കൊള്ളാം. സിനിമ ആക്ച്വലി പ്രേക്ഷകരല്ലേ പറയേണ്ടത്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു നല്ല രസകരമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ച സന്തോഷമുണ്ട്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ട് ശീലിക്കാത്തൊരു നറേറ്റീവാണ്, ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സിനിമകളല്ലേ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ സിനിമകൾ കാണുന്ന ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽ ഗുഡ് പടമാണ്. ഭയങ്കര തട്ടുപൊളിപ്പിൻ പടമല്ല, പക്ഷെ നമ്മുടെ ഒരു ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ വിഷ്ണുവിൻ്റെ 2ാമത്തെ സിനിമയിൽ പാർട്ടായിൽ സന്തോഷമുണ്ട്. പിന്നെ 2 അടുത്ത സുഹൃത്തുക്കളുടെ കൂടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ഒന്ന് ബിജു മേനോൻ, 2 മേതിൽ ദേവിക. വളരെ അടുത്ത മേതിൽ ദേവിക ആദ്യമായിട്ട് പിന്നെ, കാരണം ഈവൻ ഞാൻ തന്നെ നേരത്തെ പല പ്രോജക്റ്റുകൾക്കും പല കാസ്റ്റിംഗ് വരുമ്പം ദേവികയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ടോട്ടലി നോ ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതൊരു സർപ്രൈസ് എൻട്രി ആയിരുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞു, നമ്മളൊരു നല്ല സുഹൃത്തിൻ്റെ കൂട്ടത്തിൽ അവരുടെ ആദ്യത്തെ ആക്ടിങ് വെഞ്ചറിൽ ഒരു പാർട്ടാകാൻ സാധിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ബ്രദർ ആൻഡ് സിസ്റ്ററായിട്ടാണ്, ഞങ്ങൾ വളരെ കാലമായിട്ടുള്ള അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക സന്തോഷം കൂടെ ഉണ്ട്. ദേവികയ്ക്കും തീർച്ചയായിട്ടും അവരൊരു വളരെ എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. പക്ഷേ സിനിമയിൽ ഈ പറഞ്ഞ മീഡിയത്തിൽ അവർ പുതിയതാണെങ്കിലും അങ്ങനെ തോന്നാത്ത രീതിയിൽ ഒരു കൃതഹസ്ഥയായ ഒരു അഭിനേത്രിയുടെ എല്ലാ തരത്തിലുള്ള പെർഫോമൻസും ദേവികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാവരും നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇഷ്ടപ്പെട്ട, എന്താണ് പടത്തിൽ? ഇല്ല, അതിൻ്റെ സബ്ജക്റ്റ് നല്ലൊരു സബ്ജക്റ്റാണ്. പിന്നെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദേവിക ചേച്ചി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ ഫസ്റ്റാണ് ചേച്ചി ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്നത്. അത് ഭയങ്കര സന്തോഷമുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, നല്ല ത്രെഡാണ്, നല്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച അവസാനം എൻഡിങ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതായിരുന്നു ഏറ്റവും എക്സലൻ്റ് ആയിരുന്നു.